കേരളത്തിലെ ടോപ്പായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ചാനൽ അതിൻ്റെ സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകർ കുംഭമേളയെ പറ്റി പറയുന്നത് ആ വീഡിയോ ഞാൻ കണ്ടു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ചാനലിൻ്റെയും ആ ലേഖികയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമയും BJP നേതാവിനെ മാറ്റി നിർത്തുകയാണ്. ഞാൻ ഈ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കേരളത്തിലെ ബുദ്ധിജീവികൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഇവർക്കിങ്ങനൊരു മനോഭാവം ഉണ്ടായതിൻ്റെ കാര്യം എന്താണ്? മറ്റേ കോട്ടയത്തുണ്ടായ ആത്മഹത്യ, ആ കുടുംബത്തെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ അച്ഛനെയും അത് മാറ്റി വെച്ചിട്ട് ആ സിസ്റ്റത്തെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻഡിവിജ്വൽസിനെ അല്ല നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് അങ്ങനൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഡിമോളിഷ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടും, അതായത് കുംഭമേളയായി ബന്ധപ്പെട്ടും ഞാൻ ആ ഇൻഡിവിജ്വൽ ചാനലിൻ്റെ ആ ലേഖികയൊന്നുമല്ല പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു സിസ്റ്റം ഉണ്ടായത്? ആ സിസ്റ്റം എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഹൈന്ദവ ആചാരങ്ങളെയും അതിൻ്റെ കുറവുകളെയും മാത്രം ചൂണ്ടിക്കാണിക്കുന്നത്? എന്നാൽ യഥാർത്ഥ സോഷ്യോളജിക്കൽ ഇഷ്യൂ ഉണ്ട് കേരളത്തിൽ. അത് കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ പറ്റിയുണ്ട്, മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവരെ പറ്റിയുണ്ട്. അതിനെപ്പറ്റിയൊന്നും തൊടില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികളുടെ ഇവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതിനകത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇതതിൻ്റെ കാരണം.